So next നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ആസ് ഓൺ 1st April 2019. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് 31st March 2020 ആണ്. സോ ഓപ്പണിംഗ് ഡേറ്റ് ഈസ് 1st April 2019. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ കാൽക്കുലേറ്റിംഗ് അവർ ക്യാപിറ്റൽ. സോ അതിനു വേണ്ടി നമ്മളൊരു ലൈക്ക് ബാലൻസ് ഷീറ്റ് പോലത്തെ ഒരു അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ലയബിലിറ്റീസും അസറ്റ്സ് ആണ് കാണിക്കേണ്ടത്. സോ നമുക്ക് ഓപ്പണിംഗ് ബാലൻസസ്, അസറ്റുകളുടെയും ലയബിലിറ്റീസിന്റെയും ഓപ്പണിംഗ് ബാലൻസസും അതേപോലെ തന്നെ ബാലൻസസ് അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അസറ്റുകൾ കാണിക്കാം. സോ അസറ്റിൽ നമുക്കുള്ള ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം ബിൽസ് റിസീവബിൾ ഉണ്ട് അല്ലെ. ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് അത് 2500. ദെൻ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള ഐറ്റം സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് എമൗണ്ട് 3900. ദെൻ അടുത്ത ഐറ്റം സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് സെപ്പറേറ്റ് താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നത് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ അതിന്റെ കൂടെ ഉള്ളതൊക്കെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ സ്റ്റോക്ക് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് 7530 രൂപ തന്നിട്ടുണ്ട് സ്റ്റോക്ക്. ദെൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് 4700 രൂപ. 4700 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. മറ്റൊരു ഫിക്സഡ് അസറ്റ് ആണ് 7000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഉള്ളത് ക്യാഷ് ഇൻ ഹാൻഡ്. ഓപ്പണിംഗ് ബാലൻസ് ബിക്കോസ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ പിന്നീട് നമുക്ക് വേറെ തന്നിട്ടുണ്ട്. സോ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 70 റുപ്പീസ്. അതേപോലെ തന്നെ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ കാണിക്കണം. ബിക്കോസ് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഒരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ നമുക്ക് അസറ്റിൽ കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് നമ്മൾ ബാങ്കിന് അങ്ങോട്ട് കൊടുക്കാനാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി ആയിട്ട് കാണിക്കും. സോ നെക്സ്റ്റ് ഇത് കാണിക്കുന്നുണ്ട്. പിന്നീടുള്ളത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താൻ ചെറിയ സ്പേസ് വിടാം. ദെൻ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 3600 ഉണ്ട്. 3600. നെക്സ്റ്റ് ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട് 1600. ബിൽസ് പേയബിൾ 1600. പിന്നെ തന്നിട്ടുള്ള ലയബിലിറ്റി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. നമ്മുടെ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് 500 രൂപ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 500 രൂപ അതും തന്നിട്ടുണ്ട്. സോ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ ചെയ്യണം. നമ്മുടെ അസറ്റും ലയബിലിറ്റീസും ടോട്ടൽ ചെയ്യാം. സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാപിറ്റലാണ് കണ്ടെത്താനുള്ളത്. സോ ബാലൻസ് വരുന്നത് നമ്മുടെ ലയബിലിറ്റി സൈഡിലായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് സൈഡിൽ ഒന്ന് ആഡ് ചെയ്യാം. തന്നിട്ടുള്ള ഫിഗേഴ്സ് ഒന്ന് ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡ് അഥവാ അസറ്റ് സൈഡാണ് കൂടുതൽ. ടോട്ടൽ വരുന്ന എമൗണ്ട് 25,700. 25,700 രൂപയാണ് നമ്മുടെ ടോട്ടൽ അസറ്റ്. അത് തന്നെയാണ് സൈഡിൽ വരുന്നത് 25,700 രൂപ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ലയബിലിറ്റീസ് ആയിരുന്നു മൈനസ് ചെയ്ത് നോക്കാം. ലയബിലിറ്റീസ് മൈനസ് ചെയ്ത ബാക്കി എമൗണ്ട് നമ്മുടെ ക്യാപിറ്റൽ. സോ ബാലൻസിങ് ഫിഗർ ആണ് ക്യാപിറ്റൽ. എത്രയാണ് ഇതിൽ എസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി എമൗണ്ട് 20,000. സോ 20,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. സോ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസും അതേപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 അക്കൗണ്ടുകൾ കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ബിൽസ് പേയബിൾ ആണ്, ബിൽസ് റിസീവബിൾ. സോ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ഇത് ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരും. അതാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്താൽ കണ്ടെത്താൻ കഴിയുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണ്, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്. സോ അത് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ഐറ്റംസ് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഡെപ്റ്റേഴ്സ് ബുക്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഡെപ്റ്റേഴ്സ് അസറ്റ്. അതുകൊണ്ട് നമുക്ക് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യാം, ആദ്യം കാണിക്കാം. ബാലൻസ് ബ്രോഡർ, ബാലൻസ് ബ്രോഡർ കാണിക്കാം ആദ്യം. സോ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3900, 1900 അല്ലെ. ഇനി നമുക്ക് ഇതിൽ കാണിക്കാനുള്ള മറ്റേ ഐറ്റംസ് നമുക്ക് ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് സൈഡിൽ വേറെ ഐറ്റം കൂടി കാണിക്കാനുണ്ട്, നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ്. സാധാരണ നമ്മൾ ഇതായിരുന്നു നമ്മുടെ മിസ്സിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസിനെ കൂടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഓൾ സെയിൽസ് അഥവാ വേറെ ക്യാഷ് സെയിൽസ് എന്തില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് തന്നെയാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. ഈ ടോട്ടൽ സെയിൽസ് നമുക്ക് എവിടെ കാണിക്കാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കാണിക്കാം. സോ സെയിൽസിന്റെ എമൗണ്ട് വരുന്നത് 40,700.
40,700 രൂപയാണ് നമുക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയുണ്ട്, നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടല്ല, ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ കഴിയും. ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, ക്യാഷ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് ആണ്. സോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം, ബിക്കോസ് നമുക്ക് ഡെപ്റ്റേഴ്സ് കുറയാണ്. അത് കാരണങ്ങളൊക്കെ നമ്മൾ മുന്നേ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ജനറൽ എങ്ങനെ വരുന്നത് എന്നുള്ളത്. സോ ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 29,000 ആണ്. 29,000 നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ 3 ഐറ്റംസ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അതായത് കൂടാതെ തന്നെ നമ്മൾ ഫോർമാറ്റ് നോക്കിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും വേറെ 2 ഐറ്റംസ് കൂടി ഉണ്ടല്ല. അതായത് ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കാണിച്ചു. ഇതേ ഡെപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബില്ല് തന്നിട്ടുണ്ട്. അതായത് ബിൽസ് റിസീവബിൾ ഉണ്ട്, അതും ഡെപ്റ്റേഴ്സ് തരാനുള്ളതാണില്ല. ക്യാഷിന് പകരം തൽക്കാലം അതൊരു ബില്ലായിട്ട് കൊടുക്കാൻ. സോ അതെന്താണ്, സെയിം ജേണൽ എൻട്രി ആണ് വരിക. ക്യാഷിന് പകരം ബില്ലാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. സോ ബിൽസ് റിസീവബിൾ ഉണ്ട്, അതായത് ഇനി കിട്ടാനുള്ള ക്യാഷ് ആണ്, ക്യാഷിന് പകരം ബില്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ബിൽസ് റിസീവബിൾ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 19,900. ബിൽസ് റിസീവബിൾ ആണ്, ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ 19,900 ഉണ്ട്. ദെൻ മറ്റൊരു ഐറ്റം ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് അല്ലെ. ഡിസ്കൗണ്ട് അലൗ ചെയ്യാൻ മീൻസ് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുക, അത് നമ്മളെ കസ്റ്റമേഴ്സിനാണ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുക. പക്ഷെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ മറ്റെവിടെങ്കിലും പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. സോ ഡിസ്കൗണ്ട് നമ്മൾ അലൗ ചെയ്യുന്നത് ആർക്കാണ്, നമ്മളെ കസ്റ്റമേഴ്സ് ആണ്. നമ്മളെ കസ്റ്റമേഴ്സ് ആണ് ആര്, നമ്മുടെ ഡെപ്റ്റേഴ്സ്. സോ അത് കാണിക്കാറുണ്ട്. 200 ആണ് നമ്മളെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ഫിഗേഴ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോക്കാം, ഏതെല്ലാം ഐറ്റംസ് ആണ് ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡെപ്റ്റേഴ്സ് എന്നുള്ള ഒരു ഐറ്റം ജനറൽ എൻട്രിയിൽ വരുന്ന ഏതെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് പരിശോധിക്കുക. എന്നിട്ട് എന്ത് ഐറ്റംസ് ഡെപ്റ്റേഴ്സ് ബുക്കിലേക്ക് കാണിക്കാം. സോ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് നമ്മുടെ ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മിസ്സിംഗ് ഫിഗർ കണ്ടെത്താൻ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആണ് മിസ്സിംഗ്. ഓപ്പണിംഗ് ബാലൻസ് എന്നിട്ട് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, ക്യാഷ് റിസീവ്ഡ് ഉണ്ട്. ഇനിയുള്ളത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടൽ ചെയ്യാം, ഏത് സൈഡാണ് കൂടുതൽ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, 3,900 40,000 സംതിങ് നമുക്ക് ഡെബിറ്റ് സൈഡ്. സോ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. സോ കൂടുതൽ എമൗണ്ട് വരുന്നത് 44,600. 44,600. സ്വാഭാവികമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കുറവ്. സോ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് വരുന്നത് 4,500. 4,500 ബാലൻസ് ക്യാരിഡ് ഓൺ. സോ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 4,500. 4,500 ബാലൻസ് ക്ലോസിംഗ് കിട്ടി. സോ ഈ 4,500 ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടി വരിക, നമ്മുടെ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെപ്റ്റേഴ്സ് കാണിക്കേണ്ടി വരിക. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ട് ഓപ്പണിംഗും ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലോസിംഗ് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് കാണിക്കാറുണ്ട്. സോ ഇതേപോലെ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ കഴിയും. നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് ഏതാണ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. സോ നമുക്ക് ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ്, സെയിൽസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ പർച്ചേസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ്, അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്. സോ ഇനി മിസ്സിംഗ് ആയിട്ടുള്ളത് ഏതാണ്, നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഒരു അക്കൗണ്ട് അപ്ലൈ ചെയ്യാം. സോ ലയബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ്, അതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസ് ബ്രോഡ് ഡൗൺ ക്രെഡിറ്റേഴ്സിന് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യന് 3,600 രൂപ. 3,600 രൂപ തന്നിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് നമ്മുടെ ഡെബിറ്റ് സൈഡിലായിരുന്നു. അതേപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ഇവിടെ കാണിക്കാം, നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. സോ ടോട്ടൽ പർച്ചേസ് തന്നിട്ടുള്ളത്, അഥവാ ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുള്ളത് എമൗണ്ട് 30,000 എന്ത് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. 30,000 ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. ഇനി ക്രെഡിറ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടോ, ക്രെഡിറ്റേഴ്സിന് ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ടോ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. സോ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ് ഫസ്റ്റ് കാണിക്കാം. ക്യാഷ് പേ ചെയ്തിട്ടുണ്ട് എമൗണ്ട് 14,700. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷിന് പകരം നമ്മൾ ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ബിൽസ് പേബിൾ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ. സോ ബിൽസ് പേബിൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റിന്റെ ഏകദേശം അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാൻ കഴിയും, ബിൽസ് പേബിൾ ഇഷ്യൂഡ് 15,000 വന്നിട്ടുണ്ട്. നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടില്ല, പകരം ബില്ലാണ്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡെപ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്യും. നമ്മൾ ക്രെഡിറ്റേഴ്സ്, അതായത് മീൻസ് എന്താണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ്. അതായത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ്. സോ ഡിസ്കൗണ്ട് റിസീവ്ഡ്. സോ ഡിസ്കൗണ്ട് എമൗണ്ട് തന്നിട്ടുള്ളത് 100 rupees. സോ ഇത്രയും ഫിഗേഴ്സ് ആണ് നമുക്ക് ക്രെഡിറ്റേഴ്സുമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം.
നമുക്ക് ബാലൻസ് നടത്താം. സോ ഇവിടെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അഥവാ 33,600 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട്. രണ്ട് സൈഡിലായിട്ട് 33,600. ഇനി മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ്. സോ ബാലൻസ് ക്യാരിഡ് ആണ്. ഫൈനൽ ബാലൻസ് കിട്ടുന്നത് നമുക്ക് മിസ്സിംഗ് ഫിഗർ ബാലൻസ് ആയിട്ട് വരുന്നത് 3,800. സോ എന്താണ് ഈ ബാലൻസ് ക്യാരിഡ് ആണ്? നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. സോ ഡെപ്റ്റേഴ്സിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3,800 ആണ് നമുക്ക് എവിടേക്ക് കൊണ്ടുപോകേണ്ടത്? നമ്മുടെ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ലൈക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്. സോ എന്ത് ചെയ്യാം? സോ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആയി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആയി ഇനി രണ്ട് അക്കൗണ്ടുകൾ കൂടി പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ബിൽസ് റിസീവബിളുമായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ്, ബിൽസ് പേബിളുമായിട്ടും ചില ഐറ്റംസ് വന്നിട്ടുണ്ട്. സോ അതിന്റെ ബാലൻസസ് നമുക്ക് കണ്ടെത്താം. സോ നെക്സ്റ്റ് മറ്റൊരു അക്കൗണ്ടിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസസും ക്ലോസിംഗ് ബാലൻസ് ആണ് സാധാരണ കണ്ടെത്തേണ്ടതായിരിക്കും. മിസ്സിംഗ് ഇൻഫർമേഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ബിൽസ് റിസീവബിൾ ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാം. ബിൽസ് റിസീവബിൾ ഒരു അസറ്റ് ആണ്. സോ ബാലൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ബാലൻസ് ബ്രോഡ് ഔട്ട് അല്ലെ. ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത് 2,500, 2,500 രൂപ എന്തിട്ടുണ്ട് ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി ശ്രദ്ധിക്കേണ്ടത് ബിൽസ് റിസീവബിൾ വരുന്ന ഐറ്റംസ്, ഒരു ട്രാൻസാക്ഷനിൽ ബിൽസ് റിസീവബിൾ വരുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഐറ്റംസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരെണ്ണം എന്താണ്? ബിൽസ് റിസീവബിൾ ആൻഡ് ക്യാഷ്. നമ്മൾ ക്യാഷിന്റെ റെസീപ്റ്റിന്റെ ഭാഗം, നമുക്ക് ക്യാഷിന്റെ റെസീപ്റ്റുകളും പേയ്മെന്റുകളും അസറ്റും ലയബിലിറ്റീസ് ഒക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ. സോ അതിൽ ക്യാഷ് റെസീപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ബിൽസ് റിസീവബിൾ ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് ബില്ല് റിസീവബിൾ എന്നുള്ളത് നമ്മൾ ക്യാഷ് ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. സോ ആ ഒരു ജേർണൽ എൻട്രിയിൽ എന്താണ്? ക്യാഷും ബിൽസ് റിസീവബിൾ ആണ് വരുന്നത്. സോ അതെന്ത് ചെയ്യണം? നമുക്ക് ക്യാഷ് റിസീവ് ചെയ്ത് കാണിക്കണം. സോ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ്, ബിക്കോസ് ക്യാഷ് റിസീവ് ആണ്, ക്യാഷ് ക്രെഡിറ്റഡ് ടു ബിൽസ് റിസീവബിൾ. സോ എമൗണ്ട് വരുന്നത് 10,000. നമ്മൾ ബില്ല് ക്യാഷ് ആക്കി മാറ്റിയിട്ടുള്ളത്, ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് 10,000. ഇനി ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എന്താണ്? ഈ വർഷം പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബിൽസ് റിസീവബിൾ, അഥവാ ക്യാഷിന് പകരം ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ബിൽസ് റിസീവബിൾ ആണ്. സോ ഈ ബില്ലുകൾ ആണ് തരുന്നത്. ബില്ലുകൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ്. സോ ഡെപ്റ്റേഴ്സ് ആണ് അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ബില്ലുകളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് കാണിക്കുക. ക്യാഷിന് പകരം കിട്ടുന്നത് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. ക്യാഷ് അക്കൗണ്ട് എത്തർ ടു ഡെപ്റ്റേഴ്സ് വരുന്നതിന് പകരം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എത്തർ ടു ഡെപ്റ്റേഴ്സ്. സോ ആ ഒരു വകുപ്പിൽ നമുക്ക് എത്ര കിട്ടാനുണ്ട്? പുതിയതായിട്ട് ഈ വർഷം ബിൽസ് റിസീവബിൾ വരുന്നത് 10,900, 10,900 ആണ് ഈ ഒരു വർഷത്തെ ടോട്ടൽ ബിൽസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം? എമൗണ്ടിൽ ടോട്ടൽ ചെയ്യാൻ നമുക്ക് മിസ്സിംഗ് ഇൻഫർമേഷൻ ആയിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ കണ്ടെത്തണം. സോ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ടോട്ടൽ എമൗണ്ട് 13,400, 13,400 ആണ് ടോട്ടൽ വരുന്നത്. ബാലൻസ് 3,400. സോ നമ്മുടെ ബിൽസ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ക്യാരി ഓൺ 3,400. അപ്പൊ ഈ 3,400 ആണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ബിൽസ് റിസീവബിൾ എന്നുള്ളത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് തീർച്ചയായിട്ടും നമ്മൾ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ്, പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. സോ ആ സമയത്ത് എന്ത് ചെയ്യാം? ഈ ഓപ്പണിംഗ് ബാലൻസിന് പകരം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു എമൗണ്ട് എന്ത് ചെയ്യാം? നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ ബിൽസ് പേബിൾ അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യാം. സോ അതോടുകൂടി നമ്മുടെ മിസ്സിംഗ് ഇൻഫർമേഷൻസിന്റെ കാൽക്കുലേഷൻസ് കഴിയും. സോ നെക്സ്റ്റ് ബിൽസ് പേബിൾ അക്കൗണ്ട്. നെക്സ്റ്റ് ബിൽസ് പേബിൾ അക്കൗണ്ട്. സോ ബിൽസ് പേബിൾ അക്കൗണ്ട് അടുത്തതായി പ്രിപ്പയർ ചെയ്യാനുള്ളത്. ബിൽസ് പേബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലെ. ക്വസ്റ്റ്യൻ ബാക്കി ഐറ്റംസ് തന്നിട്ടുണ്ട്. സോ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ബിൽസ് പേബിൾ ഒരു ലയബിലിറ്റി ആയതുകൊണ്ട് ബാലൻസ് എന്ത് ചെയ്യാം? നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ബിൽസ് പേബിളിന്റെ ബാലൻസ് ബ്രോഡ് ആണ്, അഥവാ ഓപ്പണിംഗ് ബാലൻസ്. സോ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1,600 ആണ്, 1,600 രൂപ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ബിൽസ് റിസീവബിളിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം കിട്ടിയിട്ടുള്ള മൊത്തം ബിൽസ് പേബിൾ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ ഉണ്ട്. അതേപോലെ തന്നെ ബില്ല് നമ്മൾ ക്യാഷ് ആക്കി മാറ്റിയിട്ടുണ്ട്, മീൻസ് ബില്ല് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? ആ രണ്ട് ഐറ്റംസ് കൂടി കാണിക്കാം. സോ അത് നമ്മൾ എന്ത് ചെയ്യാം? ബിൽസ് പേബിൾ പെയ്ഡ് അല്ലെ, ബിൽസ് പേബിൾ പെയ്ഡ് നമ്മൾ ഈ വർഷത്തെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേയ്മെന്റിന്റെ സൈഡ് തന്നിട്ടുണ്ട്. സോ അത് എന്ത് ചെയ്യാം? ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ. ക്യാഷ് പോവാണ് ബിൽസ് പേബിൾ അക്കൗണ്ട് ടു ക്യാഷ്. സോ ക്യാഷ് എഴുതുന്നുണ്ട്. 14,300 രൂപയാണ് ഈ വർഷം നമ്മൾ ബില്ലുകൾ ക്യാഷ് ആക്കി കൊടുക്കുന്നത്, ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നത്. മുൻപത്തെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ക്യാഷ് ആയിരുന്നു. അതേപോലെ ഈ വർഷം പുതിയതായിട്ട് എത്ര ബിൽസ് പേബിൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതായത് ക്രെഡിറ്റേഴ്സ് ആണ്. ബിൽസ് പേബിൾ റിലേറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. ബിക്കോസ്
നമ്മൾ എന്താണ് ക്യാഷിന് പകരം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അതിന് പകരം നമ്മൾ ബില്ലായിട്ട് നമ്മൾ ഒരു ധാരണയിൽ എത്തുകയാണ്, പിന്നീട് കൊടുക്കാമെന്നുള്ള ഒരു ബില്ല് നമ്മൾ ഫോം ചെയ്യാണ്. സോ അവിടെ വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാഷിന് പകരം ബിൽസ് പേബിൾ ആണ്. സോ ക്രെഡിറ്റേഴ്സിന് ആ വർഷത്തെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ബില്ലുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 15,000 ആണ്. സോ ഈ ഒരു 3 ഐറ്റംസ് മാത്രമേ നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വാങ്ങിക്കാനുള്ളൂ. സോ എന്ത് ചെയ്യാം, ഫൈനലി ടോട്ടൽ ചെയ്യാം, ദെൻ ബാലൻസ് ചെയ്യാം. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യന്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ബിക്കോസ് 15,000 and 1,600. സോ ദ ബാലൻസ് ഈസ് ടോട്ടൽ എമൗണ്ട് ഈസ് 16,600. 16,600 ആണ്. സോ ടോട്ടൽ എമൗണ്ട് 16,600 രൂപ. നെക്സ്റ്റ് ബാലൻസ് ആണ് 2,300. 2,300 ആണ് നമ്മുടെ ബിൽസ് പേബിളിന്റെ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് അഥവാ ബാലൻസ് ക്യാരി ഡൗൺ. സോ ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ് ഈ ഒരു 2,300 ആണ് നമ്മൾ അവിടെ കാണിക്കേണ്ടി വരിക. ഇതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടി വരും. സോ അത്രയാണ് ബിൽസ് പേബിൾ അക്കൗണ്ട്. സോ അതോടുകൂടി നമ്മുടെ മിസ്സിംഗ് ഇൻഫർമേഷൻസിൽ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്.